ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ റെഡ് ഡയമണ്ട് പേരയുടെ വിളവെടുപ്പാണ്. അപ്പോൾ നമ്മുടെ ടെറസ് ഗാർഡനിൽ നമുക്കിപ്പോൾ നിലവിൽ 3 ടൈപ്പ് പേരയാണുള്ളത്. ഒന്ന് നമ്മുടെ തായ്വാൻ പിങ്ക് പേരയാണ്. ആ പേരയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഇത് നമ്മൾ വിളവെടുപ്പ് നടത്തുന്ന വീഡിയോ ഒക്കെ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്ന ആ ഒരവസ്ഥയാണ്. പ്രൂൺ ചെയ്തതിന് ശേഷം കിളുത്ത് വന്നിരിക്കുന്ന കിളിപ്പുകളാണിത്. പ്രൂൺ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ കിളിപ്പുകളിലെല്ലാം വീണ്ടും ഇതുപോലെ പേരപ്പൂക്കൾ വരികയും കൂടുതലായിട്ട് നമുക്ക് പേരയ്ക്ക ലഭിക്കുകയും ചെയ്യും. ഇവിടെയെല്ലാം നമുക്ക് പുതിയ പുതിയ പൂക്കൾ വരുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ചെറുതായിട്ട് വരുന്ന എല്ലാ കിളിപ്പിലും ഇതുപോലെ പൂക്കൾ വരികയും നിറയെ കായ്കൾ പിടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ടെറസിലെ മറ്റൊരതിഥിയാണ് നമ്മുടെ സ്ട്രോബെറി പേര. അതും ഏകദേശം നിറച്ച് പൂവൊക്കെ പിടിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് നമുക്കിവിടെ ഇത് പൂ പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കായായി കഴിയുമ്പോൾ വീണ്ടും ഇതിൻ്റെ വീഡിയോ നമ്മൾ കാണിക്കുന്നതാണ്. ഇതിൻ്റെ ശിഖരങ്ങളിലെല്ലാം പൂക്കളുണ്ടായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിറച്ച് പൂവുണ്ടായിട്ടുണ്ട്. ചെറുതായിട്ട് പേരയ്ക്ക പിടിക്കാനുള്ള രീതിയിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടെറസിൽ ഇങ്ങനെ ഓരോരോ ചെടികൾ നമ്മൾ പുതുതായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രൂട്ട്സ് പ്ലാന്റുകൾ നമുക്ക് ആവശ്യത്തിന് ഫ്രൂട്ടുകളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ പറിച്ച് കഴിക്കാനും ഒക്കെ കഴിയും. അതുപോലെ നമ്മുടെ ടെറസിൽ മറ്റൊരു അതിഥിയാണ് ഈ നാരകം. ഇത് നമ്മുടെ നാരക വെറൈറ്റിയിൽ പെടുന്ന ബുഷ് ഓറഞ്ചാണ്. ഇത് നിറയെ നമുക്ക് കായ തരുന്ന ഒരു ഫലമാണ്. ഇതുപോലെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഈ ബുഷ് ഓറഞ്ച്. ഇത് നമുക്കൊരു വീട്ടിൽ വെച്ചിരുന്നാൽ നമുക്ക് അത്യാവശ്യം പിഴിഞ്ഞു കുടിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. ഇതിനൊരു പ്രത്യേക സമയമൊന്നുമില്ല. ഏത് സമയത്തും ഇതിൽ കായകൾ ധാരാളം ഉണ്ടാകും. ഇപ്പോഴും ഇതിനകത്ത് പുതിയ പൂക്കൾ വരികയും ഇതുപോലെ കായകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മൾ പറഞ്ഞത് നമ്മുടെ ജപ്പാൻ പേര എന്നറിയപ്പെടുന്ന റെഡ് ഡയമണ്ട് പേരയുടെ വിളവെടുപ്പാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ അതിൻ്റെ വീഡിയോയിലേക്ക് പോവുകയാണ്. അത് നമ്മൾ ഈ വെച്ചിരിക്കുന്നത് ഒരു ചെറിയ ബക്കറ്റിനകത്താണ്. 20 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റാണ്. അത് പെയിൻറ്റ് ബക്കറ്റാണ്. ഇതാണ് ആ പേര. ഇത്രയുള്ള പേര, അതായത് ഒരു പേരയുടെ ബ്രാഞ്ചിൻ്റെ അത്ര ഉള്ളൊരു പേരത്തൈ എന്ന് വേണമെങ്കിൽ പറയാം. അതേ തന്നെ നമുക്ക് ഇപ്പോൾ നിലവിൽ 2 പേരയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അതൊരു പേരയ്ക്ക ഇപ്പോൾ വിളവെടുപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിളവെടുപ്പ് നിങ്ങളെ കാണിക്കാനാണ്. അതുപോലെ തന്നെ ഈ പേരയ്ക്കയെ പറ്റി പറയുമ്പോൾ ഇത് നല്ല ചുമപ്പ് നിറവും കുരുക്കൾ തീർത്ത് കുറവുള്ള ഒരു പേരയാണ്. അതുപോലെ നല്ല മധുരവുമുള്ള, ഇപ്പോൾ പേര ഇനങ്ങളിൽ ഏറ്റവും രുചികരമായ ഒരു പേരയാണ്. ഇപ്പോൾ പേരയുടെ വിളവെടുപ്പിലേക്ക് പോവാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ റെഡ് ഡയമണ്ട് ഗുവ, ജപ്പാൻ പേര എന്ന് പറയുന്ന ഈ റെഡ് ഡയമണ്ട് ഗുവ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ പരുവം എന്തായെന്നുള്ളത്. ഇത് കണ്ടോ, ഇത് നല്ല, ഇപ്പം നമുക്കിപ്പോൾ ഏകദേശം ഇത് പൊട്ടിക്കാൻ പാകമായ ഒരു പേരയ്ക്കായി മാറി. ഈ ചെറിയ പേരയെ തന്നെയാണ് നമുക്കിതുപോലെ മൂപ്പായ ഒരു പേരയ്ക്ക ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ വീണ്ടും ഇവിടെ നമുക്ക് അടുത്ത പൂ വിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിക്കാം. അപ്പോൾ നമ്മളിത് പൊട്ടിച്ചെടുത്തിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ കൈ
പിടിക്കാവുന്ന വലിപ്പമുള്ള ഒരു പേരയാണ്. ഈ ചെറിയ കമ്പായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിലും വലുപ്പം ഈ പേരയ്ക്കുണ്ടാവും. അപ്പം നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം, എന്നിട്ട് അതിൻ്റെ ടേസ്റ്റും പറയാം. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഇതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ അവസ്ഥ. കുരുക്കൾ ഒട്ടും ഇല്ല ഇതിനകത്ത്. കുറച്ചുകൂടെ നമുക്കിത് പാകമാകാനുണ്ട്. ഏകദേശം ഇത് ഇപ്പോൾ പാകമായിരിക്കുകയാണ്. അതിൻ്റെ കളർ, ഇതിനകത്ത് അതിൻ്റെ കളറ് നമുക്ക് കാണാം. നമുക്കിതൊന്ന് മുറിച്ച് കഴിച്ച് നോക്കാം, അന്നേരം അതിൻ്റെ ടേസ്റ്റ് കൂടെ നമുക്ക് പറയാം. നമുക്കിതൊന്ന് കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് പറയാം. നല്ല സൂപ്പർ പേരയാണ്. നല്ല കരിമ്പൊക്കെ കഴിക്കുന്ന ആ ഒരു രീതിയിലുള്ള കട്ടി ഒക്കെ ഇതിനുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന് തന്നെ നല്ല മധുരമുണ്ട്. അപ്പം വീണ്ടും നമുക്ക് വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി.